ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഫുദോച്ചാടന അനുഭവ പാഠങ്ങളുടെ 62ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരരെ, 2-3 സെഷനുകളായിട്ട് നമ്മൾ ഒരു ഭൂതോച്ചാടന അനുഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പാഠങ്ങൾ ഒന്നൊന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അനുഭവം ഒരു ചെറിയ അനുഭവമാണ്, പക്ഷെ ഒരു ആഴപ്പെട്ട അനുഭവമാണ്. ഒരു ബഹിഷ്കരണ ശുശ്രൂഷയിൽ ഒരു പൈശാചിക അരുവിയെ പുറത്തിറക്കി വിടാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ആ അരുവി ഇറങ്ങിപ്പോകുന്ന സമയമായപ്പോഴേക്കും ദയനീയമായിട്ട് ഞങ്ങളെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യം, ഞാൻ അങ്ങ് തിരിച്ചു ചെല്ലുമ്പം അവരെന്നെ എടുത്തിട്ടടിക്കും. അപ്പോൾ ഇതേ സംഭവം തന്നെ അമേരിക്കൻ എക്സോസിസ്റ്റായ സ്റ്റീഫൻ റൊസൈറ്റി ഡയറി ഓഫ് ആൻ അമേരിക്കൻ എക്സോസിസ്റ്റ് എന്ന പുസ്തകത്തിൽ പങ്കുവെക്കുന്നത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഏതാനും പാഠങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കാണുകയുണ്ടായി, ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഒന്ന്, പിശാചികൾക്കിടയിൽ പല ഗണങ്ങളുണ്ട്, കൂടിയതും കുറഞ്ഞതും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇറങ്ങിപ്പോകാനിട വരുന്ന പൈശാചിക അരൂപി കുറഞ്ഞ ഗണത്തിൽപ്പെട്ടതായത്, ശക്തി കുറഞ്ഞതായതുകൊണ്ട് അതിൻ്റെ മുകളിലുള്ള ശക്തി കൂടിയ പൈശാചിക അരൂപികൾ ഇതിനെ എടുത്തിട്ട് ഉപദ്രവിക്കും എന്നാണ് ഇത് പറയുന്നത്. മറ്റൊരു പാഠം നമ്മൾ കണ്ടത് ഞാൻ ആവർത്തിക്കുകയാണ്. പൈശാചിക മേഖലയിൽ ഉള്ള പരസ്പര ബന്ധമെന്ന് പറയുന്നത് അടിച്ചമർത്തലിൻ്റെയും കീഴ്പ്പെടുത്തലിൻ്റെയും ഉപദ്രവിക്കലിൻ്റെയും പീഡനത്തിൻ്റെതുമാണ്. അങ്ങനെയാണ് അവിടെ ഒരു ലോകം, ഇങ്ങനെ ഒരു രാജ്യം എന്ന രീതിയിൽ നീങ്ങാൻ ഇടവരുന്നത്. മൂന്നാമത് നമ്മൾ കണ്ടതായ പാഠം, നമ്മുടെ തന്നെ ബഹിഷ്കരണ ശുശ്രൂഷയിൽ ചില അവസരങ്ങളിൽ പെട്ടെന്ന് തിന്മയുടെ അരികിൽ വിട്ടുപോകുന്നത്, കെട്ടുകൾ അഴിയുന്നതായിട്ട്, ചില അവസരങ്ങളിൽ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടും അത് അഴിയാൻ മടിക്കുന്നതായിട്ട് കാണുന്ന അനുഭവം, അതേപ്പറ്റി നമ്മൾ കഴിഞ്ഞ സെഷനിൽ കാണുകയുണ്ടായി. അപ്പോൾ ഇത് അപ്പസ്തലന്മാർ തന്നെ അനുഭവം നമ്മൾ കാണുകയുണ്ടായി. മർക്കോസ് 9 അപ്പസ്തലന്മാർ ഒരു പയ്യനെ പിശാച് ഇറക്കിവിടാൻ നോക്കിയിട്ട് വിജയിക്കുന്നില്ല. അതിന് കാരണം ഈശോ പറയുമ്പോൾ പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ വർഗം പുറത്തു പോവുകയുള്ളൂ. അപ്പോൾ ആ വർഗ്ഗമെന്ന് പറയുന്നത് പിശാചുക്കളുടെ വർഗ്ഗം മൊത്തത്തിലല്ല ഈശോ ഉദ്ദേശിക്കുന്നത്, മറിച്ച് പിശാചുക്കൾക്കിടെ പല വർഗ്ഗങ്ങളുണ്ട് എന്നും അന്ന് അവർ ഇറക്കി വിടാനായിട്ട് നോക്കിയ ആ പിശാചിൽ കൂടിയ വർഗത്തിൽപ്പെട്ടത്, അല്ലെ 9 ഗണം നവവൃന്ദ മാലാഖമാരിൽ നിന്ന് അധപ്പതിച്ചപ്പോൾ കൂടിയ റാങ്കിൽപ്പെട്ട ഒരു മാലാഖ അധപ്പതിച്ചുണ്ടായ പൈശാചിക അരൂപിയാണ് അന്ന് ആ പയ്യനിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇറക്കി വിടാനായിട്ട് കൂടുതൽ പ്രാർത്ഥന വേണ്ടി വരുന്നു എന്ന് യേശു സൂചിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. ഈ ഒരു ആത്മീയ വെളിപ്പെടുത്തൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരെ പ്രസക്തമാണ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ എളുപ്പത്തിൽ അനേകർ കീഴ്പ്പെട്ടു പോകുന്ന ഒരു ചിന്ത നമ്മൾ കഴിഞ്ഞ വർഷം പങ്കുവെക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ ശക്തിക്ക് പിശാചിൻ്റെ ശക്തി ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എന്തിനാണ് പിശാചിനെ കുറിച്ച് ഇത്ര ചിന്തിക്കാൻ പോകുന്നത്? ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, മാമസം മുങ്ങിയവരല്ലേ, ഇങ്ങനെയൊക്കെയുള്ള പറച്ചിലപ്പെട്ടത് ന്യായമാണെന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ അത് നമ്മളെ സഹായിക്കുന്നില്ല ആ ഒരു ചിന്ത എന്ന് നമ്മൾ കാണുകയുണ്ട്. കാരണം ദൈവത്തിൻ്റെ ശക്തി ഒരിക്കലും പൈശാചിക ശക്തികൾ നേരിട്ട് കീഴ്പ്പെടുത്തുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ പറയുകയുണ്ടായി. 1, ദൈവത്തിന് അവരുടെ ശത്രുതയില്ല. 2, ദൈവത്തിനൊന്ന് പൊരുതി തിന്മയെ കീഴ്പ്പെടുത്താൻ മാത്രമുള്ള തിന്മയുടെ കരുത്തുള്ള ഒരു സാന്നിധ്യം ഒരിടത്തുമില്ല. ദൈവം ഇല്ലെന്നാകട്ടെ എന്ന് മനസ്സിലോർത്തന ഏത് ശക്തിയും ഏത് സാന്നിധ്യം ഇല്ലെന്നായി പോവുകയുള്ളൂ. മൂന്നാമത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അല്പം താത്വികമായ ചിന്തയാണെങ്കിലും ഒരു അടിത്തറ നമ്മുടെ ആത്മീയ ബോധ്യങ്ങൾക്ക് കിട്ടാൻ, പോരാട്ടത്തിന് കിട്ടാൻ സഹായിക്കും. ദൈവം തന്നെ നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചാണ് മാലാഖമാർ കുറച്ചൊരു പിശാചുക്കളായിട്ട് മാറിയത്. അപ്പോൾ സ്വാതന്ത്ര്യം നൽകുമ്പോൾ തന്നെ ദൈവം കണ്ടിരുന്നു കുറച്ച് പേർ ദുരുപയോഗിച്ചേക്കാം. മനുഷ്യർക്ക് ദൈവം സ്വാതന്ത്ര്യം നൽകി സൃഷ്ടിക്കുമ്പോഴും ഇതേ കാര്യം വാസ്തവമാണ്. പിതാക്കന്മാർ പറയുന്നത് 2 സൃഷ്ടികളെ മാത്രമാണ് ദൈവം സ്വാതന്ത്ര്യമുള്ളവരായിട്ട് സൃഷ്ടിക്കുന്ന. അരൂപിയുടെ മേഖല മാലാഖമാർ, ഭൗതിക മേഖല മനുഷ്യർ. ഭൗതിക മേഖല ദൈവം അനേക ജീവജാലങ്ങളെ സൃഷ്ടിക്കുമ്പോൾ അവയ്ക്കൊന്നും സ്വാതന്ത്ര്യം കൊടുത്തില്ല. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് നമ്മുടെ സാദൃശ്യത്തിനും ഛായയിലും മനുഷ്യൻ സൃഷ്ടിക്കാം എന്ന് ദൈവം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യമുള്ളവരായിട്ട് അവരെ സൃഷ്ടിക്കാം. നമ്മുടെ തന്നെ സാദൃശ്യം ഛായ, അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ സ്വാതന്ത്ര്യം. മറ്റു മൃഗങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് അവയ്ക്കൊന്നും, കടുവയാകട്ടെ പാമ്പാകട്ടെ പട്ടിയാകട്ടെ, ഒന്നിനും പാപം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരെന്ത് ചെയ്താലും, അവർ വിശക്കുമ്പോൾ വല്ലതും കടിച്ചു കയറി തിന്നും, പിടിച്ച് തിന്നും, അല്ലെങ്കിൽ ഭയം തോന്നിയാൽ ഓടും, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ പറ്റാതെ വന്ന് തിരിഞ്ഞ് ആക്രമിക്കും, അല്ലെങ്കിൽ എണ്ണ ചേരാൻ തോന്നുമ്പോൾ അവ എണ്ണ ചേരും. അതിന് വേറെ പരിഗണന ഒന്നുമില്ല. അതുകൊണ്ട് അതങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും അതിന് ധാർമ്മിക വശമില്ല. അതേസമയം ദൈവം മനുഷ്യനെ സ്വാതന്ത്ര്യമുള്ളവരാണ് സൃഷ്ടിക്കുന്നത് പറഞ്ഞപ്പം ഈ മൃഗങ്ങളെപ്പോലെയുള്ള ഒരു മൃഗം ഒരു ജീവിയായിട്ടല്ല,
സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് കാര്യങ്ങളെ വിലയിരുത്തിയിട്ട് തീരുമാനമെടുത്ത് പ്രവർത്തിക്കണം. അപ്പോൾ ആ തീരുമാനമെടുക്കുമ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനമെടുക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സനുസരിച്ച് ദൈവം നൽകിയ വചന വഴിയിലൂടെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് തീരുമാനമെടുത്തുകൊണ്ട് മനോഹരമായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റും. അതേസമയം ദൈവത്തിൻ്റെ തിരുമനസ്സ് മനസ്സിലാക്കിയിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ പോകുന്ന പോക്കാണ് പാപമെന്ന് പറയുന്നത്. മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴി വിട്ട് എപ്പോഴൊക്കെ പെരുമാറിയോ അപ്പോഴൊക്കെ പാപത്തിൻ്റെ അവസ്ഥയാണ്. മാലാഖമാർ കുറച്ചുപേർ അങ്ങനെ പെരുമാറിയപ്പോൾ അവർ പിശാചുകളുടെ അധപതിച്ചു പോയി. അവർക്ക് പിന്നെ തിരിച്ചു കയറാൻ പറ്റുന്നേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർ പെട്ടിരിക്കുന്നത്. കാരണം അവരെ ദൈവം ഉണ്ടാക്കിയത് സ്വർഗീയ അഗ്നി കൊണ്ടാണ്. അഗ്നിമയന്മാർ നമ്മളെ മണ്ണ് കൊണ്ടാണ്. അതിൻ്റെ താത്വികമായ വശത്തെ പറ്റിയൊക്കെ അഗസ്തീനോസും അക്വിനാസും ഒക്കെ വിശദ പങ്കുവെക്കുന്നത് നമുക്കത് വലിയ പ്രസക്തമല്ലാത്തതുപോലെ കടക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: ദൈവം തന്നെ നൽകിയ സ്വതന്ത്ര മനസ്സ് ദുരുപനിയോഗം ചെയ്തുകൊണ്ട് മാലാഖമാർ കുറച്ചൊരു പിഴച്ച് പിശാചുക്കളായി. അങ്ങനെ പിശാചുക്കളായതിൻ്റെ പേരിൽ ദൈവം അവരെ അപ്പം തന്നെ ശത്രുതാഭാവത്തോടുകൂടി കണ്ട് നശിപ്പിക്കാനായിട്ട് ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒരുമ്പെട്ടാൽ അവിടെ ദൈവത്തിൻ്റെ നീതിക്ക് നിരക്കാത്തൊരു കാര്യമുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം ഞങ്ങൾക്ക് സ്വതന്ത്ര മനസ്സ് തന്നത്? ഞങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി മാത്രമോ? ചോദ്യം വരും. അതുകൊണ്ട് ദൈവം സ്വതന്ത്ര മനസ്സ് തന്നപ്പോൾ അത് ദൈവത്തിന് അനുകൂലമായിട്ട് വിനിയോഗിച്ചാലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഉപയോഗിച്ചാലും ദൈവം അതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെയും താനായിട്ട് ശിക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല. അത് ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങൾ ഈ സെഷനിലും കഴിഞ്ഞ സെഷൻ വഴി പങ്കുവെക്കുന്നതിൻ്റെ കാരണം ഈ ഒരു ഗൗരവം വളർച്ച നമ്മൾ എടുക്കണം. ഏത്? ദൈവം ഒരിക്കലും പൈശാചിക അരുവികളെ നേരിട്ട് കീഴ്പ്പെടുത്തുന്നില്ല. മറിച്ച് പിന്നെ എന്താണ് ഈ തിന്മസ്ഥിതി കീഴ്പ്പെടുത്തേണ്ടത്? ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. 72 ശിഷ്യന്മാർ പോയിട്ടൊരു പറയരുത്, നിൻ്റെ നാമത്തിന് പിശാച് കീഴ്പ്പെട്ടു, ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. ഇപ്പം യേശുവിൻ്റെ നാമത്തിൽ, യേശു നേടിയ കൃപയുടെ കരുത്തിൽ, യേശു കാണിച്ച വഴിയിലൂടെ നടന്നുകൊണ്ട് പൊരുതുമ്പം ആ ദൈവനാമത്തിൽ പിശാചുക്കൾ കീഴ്പ്പെടും. ആർക്ക്? നമുക്ക്. അപ്പം നമ്മളും പിശാചുക്കൾ തമ്മിലാണ് പോരാട്ടം. ആ പോരാട്ടത്തിൽ ഞാൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്ന രണ്ട് കാര്യത്തെ ആശ്രയിച്ചാണ്. ഒന്ന്, ഈശോ നമുക്ക് വെളിപ്പെടുത്തിയ ദൈവിക വഴിയിലൂടെ നടക്കാൻ നമ്മൾ തയ്യാറാണോ? രണ്ട്, ആ വഴിയിലൂടെ നടക്കാനായിട്ട് നമ്മൾ ഒരുമ്പെടുമ്പോൾ അതിലൂടെ വിജയിച്ച് കയറാൻ ആവശ്യമായ ശക്തി, കൃപാവരത്തിൻ്റെ ശക്തി, പ്രാർത്ഥന വഴി നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണോ? ഈ രണ്ട് കാര്യത്തെ ആശ്രയിച്ചാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ, എൻ്റെ നിയോഗ മേഖലയിൽ, എൻ്റെ ആത്മപോരാട്ടത്തിൻ്റെ മുമ്പിൽ പൈശാചിക വശത്തിൽ കീഴ്പ്പെടുമോ ഇല്ലയോ നിർണ്ണയിക്കപ്പെടുക. 2 സെഷൻ മുമ്പ് ഞാൻ പങ്കുവെച്ചതായ ഭൂതോച്ചാടന അനുഭവത്തിൽ ആ പൈശാചിക അരിവ് പറയുകയാണ്, അവരെന്നെ എടുത്തിടിക്കും. അപ്പോൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ആദ്യം പുറത്തു പോകാൻ ഇടവരുന്ന പൈശാചിക സാന്നിധ്യങ്ങൾ ഒരു ബഹിക്ഷ ശുശ്രൂഷയിൽ ശക്തി കുറഞ്ഞതുങ്ങളായിരിക്കും. ശക്തി കുറഞ്ഞവയാണ് പെട്ടെന്ന് പുറത്ത് പോവുക. പലതുണ്ടായെങ്കിൽ അത് മാത്രമേ ഉള്ളൂവെങ്കിൽ പെട്ടെന്ന് വിടുതലിലേക്ക് വരികയും ചെയ്യും. ശക്തി പലതുണ്ടായെങ്കിൽ ശക്തി കുറഞ്ഞ ആദ്യം വെളിപ്പെടും, പുറത്തു പോകും. അത് കഴിയുമ്പോൾ ശക്തി കൂടിയത് വെളിപ്പെടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതായ മർക്കോസ് 9-ലെ 9 അപ്പസ്തോലന്മാരുടെ ആത്മ പോരാട്ടത്തിൽ ആ 9 അപ്പസ്തോലന്മാരിൽ അന്നുണ്ടായിരുന്ന പരിശുദ്ധാത്മ ശക്തിയെ ചെറുത്ത് നിൽക്കാൻ മാത്രമുള്ള ശക്തി ആ അപ്പൻ കൊണ്ടുവന്ന പയ്യനിലുണ്ടായിരുന്ന പിശാചനുണ്ടായിരുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. 9 അപ്പസ്തോലന്മാരിൽ അന്നുണ്ടായിരുന്ന പരിശുദ്ധാത്മ ശക്തിയേക്കാൾ ശക്തി ആ ഒരു പയ്യനിൽ അന്നുണ്ടായിരുന്ന പൈശാചി അരുവിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ നോക്കിയിട്ട് അതിനെ പുറത്താക്കാൻ പറ്റാതെ പോയത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, പ്രാർത്ഥന കൊണ്ടല്ലാതെ, ഉപവാസം പ്രാർത്ഥനയും കൊണ്ട് കൂടുതൽ പരിശുദ്ധാത്മ ശക്തി നിങ്ങളിലേക്ക് നിറച്ചെടുത്തുകൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം, ഈ ശക്തി കൂടിയ വർഗം പുറത്ത് പോവുകയില്ല. കുറച്ച് കാര്യങ്ങളുടെ മനസ്സിലായല്ലോ. നമുക്ക് വീണ്ടും ഇതേപ്പറ്റി കൂടെ ആഴപ്പെട്ട് ചിന്തിക്കാം, പാഠങ്ങൾ എടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.